കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെയും 74 പോസ്റ്റുകളുടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ് ആയിരുന്നല്ലോ കഴിഞ്ഞ മാസം ഇറങ്ങിയത്, കഴിഞ്ഞ ദിവസം. അതിനെപ്പറ്റി ചില നിവേദനങ്ങൾ, ആവശ്യങ്ങളൊക്കെ വന്നിരുന്നു. ചിലത് അവർ ചോദിച്ച സ്ഥലത്ത് കിട്ടിയില്ല എന്നുള്ള പരാതികൾ വന്നു. 3 പ്രിഫറൻസാണ് ഓരോ പോസ്റ്റിലേക്കും ഓരോരുത്തർ ചോദിക്കുന്നത്. മിക്കവാറും ഒക്കെ കൊടുക്കാൻ സാധിച്ചു, ചിലത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ചില ക്ഷേത്രങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വൈക്കം, ഏറ്റുമാനൂർ, ഈ ക്ഷേത്രങ്ങളിൽ ആർക്കും പോകാൻ ആരും ചോദിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ആരും പോകാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല ആരും ചോദിച്ചിട്ടില്ല. പക്ഷേ ചോദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ആളെ വയ്ക്കാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവരെ ചോദിച്ച സ്ഥലത്ത് കൊടുക്കാൻ പറ്റാത്ത ചില ആളുകളെ നമ്മളവിടെ വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ മാനദണ്ഡം നോക്കും. അല്ലെങ്കിൽ അവർ കഴിവ് തെളിയിച്ചവരാണ്, ആരോപണങ്ങളൊന്നും ഇല്ലാത്തവരാണ്, അത്തരത്തിലുള്ളവരെയൊക്കെ നമ്മൾ ശബരിമല പ്രത്യേകമായിട്ടിട്ടിരിക്കും. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടതെല്ലാം പരിഗണിച്ച് ഒരു 20 പോസ്റ്റുകൾ, 20 നിയമനങ്ങളിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭേദഗതി എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റിംഗ് ആണല്ലോ. ഒരു പോസ്റ്റിങ്ങിൽ ഒരാൾ ഡിസ്റ്റർബ് ചെയ്താൽ അതിൻ്റെ ട്രാൻസ്ഫർ അങ്ങോട്ടോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ട്രാൻസ്ഫറുകൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും പരമാവധി അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർ ചോദിച്ച മുൻഗണനകൾ പരിഗണിച്ചിട്ടൊക്കെ എവിടെയെല്ലാം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ചില പോസ്റ്റുകളിലൊക്കെ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടതാണ്. അത് അങ്ങനെയുള്ളവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വിജിലൻസ് ക്ലിയറൻസ് കിട്ടാത്തവരെയൊന്നും പരിഗണിച്ചിട്ടില്ല. ചില ക്ഷേത്രങ്ങളിൽ, പ്രധാന ക്ഷേത്രങ്ങളിൽ കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ട് ഞങ്ങൾ ഈ 20 നിയമനങ്ങൾ ഈ പറഞ്ഞ പരാതികളുടെയും അല്ലെങ്കിൽ ആവശ്യങ്ങളുടെയും. ചിലർക്ക് ചില പോസ്റ്റിംഗ് വേണ്ട, ചില പോസ്റ്റിംഗ് നമ്മൾ കൊടുത്തത് അവർ ചോദിച്ചതായിരിക്കാം, പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ട, എൻ്റെ കുടുംബ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. അത് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴേ ഒരു മാറ്റുമ്പോൾ എല്ലാം ഒത്തുവരണ്ടേ. അങ്ങനെ 20 മാറ്റങ്ങൾ വരുത്തി ഓർഡർ ഇപ്പോൾ പുറത്തിറങ്ങും. ഓർഡർ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ പേരുകളിലേക്ക് അടക്കാം. ഇപ്പം ഞങ്ങളൊന്നും പേരുകളൊന്നും പറയുന്നില്ല. റദ്ദാക്കിയെന്ന് പറഞ്ഞുകൂടാ, ആ വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ ഉള്ള ഉത്തരവ് പുനഃപരിശോധിച്ച് അല്ലെങ്കിൽ അതിനെ ചില ഭേദഗതികളോടുകൂടി, അത് ചില ഭേദഗതികളാണ് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻ പാർഷ്യൽ മോഡിഫിക്കേഷൻ ഓഫ് ദ എർലിയർ ഓർഡർ, ന്യൂ ഓർഡേഴ്സ് ആർ ഇഷ്യൂഡ്. അതാണ് നമ്മുടെ മുമ്പ് മന്ത്രി കത്ത് തന്നത് എന്താണെന്ന് വെച്ചാൽ ചില പരാതികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ റിവ്യൂ ചെയ്ത് പരിഹരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ ചെയ്തല്ലോ, അതാണിപ്പോൾ ചെയ്തത്. അത് മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും പരിഗണിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണക്കുളയിൽ ആരോപണ വിധേയരായവർ പോലും ആ ലിസ്റ്റിൽ ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ അതിലുൾപ്പെടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിജിലൻസ് ക്ലിയറൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും SIT വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് ഒന്നും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പരിഗണിക്കാതിരിക്കാൻ പറ്റുകയില്ല. ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിജിലൻസ് ക്ലിയറൻസ് ഉള്ളതേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ്. പേരുകളൊന്നും ഇപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം 20 പേരുകൾ ഓർത്തിരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. അതൊക്കെ ഓർഡറിൽ നിന്ന് ഇറങ്ങും. ഇതോടുകൂടി ഈ ഓർഡർ ഇറങ്ങുന്നതോടുകൂടി പ്രകടമായിട്ടുള്ള പരാതികളെല്ലാം മാറിക്കിട്ടും. ആഫ്റ്റർ ഓൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. അവർ ഞങ്ങൾ എംപ്ലോയി അല്ലേ. ഒരു കേസിൽ പോലീസ് ഒന്ന് ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഒന്ന് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാളെ നമ്മൾ എന്ത് കാരണവശാലും മാറ്റി നിർത്തും. വിജിലൻസ് കേസ് ഉണ്ടെങ്കിൽ ശരി, വിജിലൻസ് ക്ലിയറൻസ് ഇല്ലെങ്കിൽ ശരി. വിജിലൻസ് ക്ലിയറൻസ് ഉള്ളവരെ നമ്മൾ ചെയ്തിട്ടുള്ളല്ലോ. പരാതി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പറഞ്ഞ ക്ഷേത്രങ്ങൾ നമ്മൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ പരിഗണിച്ചില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഉദാഹരണത്തിന് ഞാനൊരു സീനിയർ ആളാണ്. ഞാൻ ചോദിച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല. എന്നെക്കാളും ജൂനിയറായിട്ടുള്ള ഒരാൾ ചോദിച്ച ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സീനിയറുള്ള ആളിന് ഒരു പരാതി ഉണ്ടാകും, മുഷിവുണ്ടാകും. അത്തരത്തിലുള്ള പരാതികളാണ് ഇന്ന് നമ്മൾ പരിഗണിച്ചത്. അങ്ങനെയൊന്നും ഒരു അപാകതയില്ല. ഇത് നോംസിന് വിരുദ്ധമല്ല. ഇതൊന്നും നോംസിനകത്ത് നിന്നിട്ട് തന്നെ ഇതെന്താ പറയേണ്ട ഒരു കോമൺ സെൻസാണ്. ഒരു സീനിയർ ആൾ ചോദിച്ചത് കൊടുത്തില്ല, ജൂനിയർ ആൾ ചോദിച്ചത് പ്രിഫറൻസ് കൊടുത്തു. അങ്ങനെ വരാൻ പാടില്ല. അത് നമ്മൾ ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ പരിഹരിച്ചിട്ടുണ്ട്. അല്ല
അങ്ങനെ ഒരുപാട് മണിക്കൂറാണ് ഇതിനെ ചിലവഴിച്ചത്. ഇത്രയും മണിക്കൂറുകൾ ഒരു ട്രാൻസ്ഫറിന് ചിലവഴിക്കണമെന്ന് എനിക്ക് തന്നെ തോന്നി. രാഷ്ട്രീയ ആരോപണം ഉയർന്നു, ഇതിൽ ഈ പറയുന്നത് പോലെയുള്ള അഴിമതി ആരോപണം ഉയർന്നു, വിജിലൻസ് കേസുകളൊക്കെ ഉയർന്നു. അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു പരിശോധന അത് എവിടെയെങ്കിലും ജാഗ്രത കുറവുണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അഥവാ ജാഗ്രത കുറവല്ലത് ഉണ്ടായെങ്കിൽ തന്നെ ഇന്ന് അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആരോപണം ഇപ്പോൾ വരാൻ കാര്യം ശ്യാംപ്രകാശിന്റെ പേരാണ്. ശ്യാംപ്രകാശിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതാണ്. എവിടെ? വള്ളിയങ്കാവിൽ. അയാൾക്കെതിരെ ഞങ്ങളുടെ ശ്രദ്ധയിൽ അയാൾക്കെതിരെ പ്രത്യേകിച്ച് ആരോപണമൊന്നുമില്ല. എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണല്ലോ. അയാളെ SIT ചോദ്യം ചെയ്തതെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ അത്. SIT ഒരാളെ വിളിച്ച് ഇവിടെ എത്ര പേരെ ചോദ്യം ചെയ്തു? ഈ ഓഫീസ് പരിശോധിച്ചല്ലോ. മന്ത്രി അടക്കമുള്ളവർ ഇടപെട്ട സംഭവം കൂടിയാണ്. എന്ത്? രാഷ്ട്രീയമായി ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. ഞങ്ങളുടെ ബോർഡിനകത്ത് ഞങ്ങളുടെ ജീവനക്കാരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഈ ബോർഡിൻ്റെ ഉദ്ദേശം. ബാക്കിയൊക്കെ എനിക്കറിഞ്ഞുകൂടാകുന്നു. ഇവിടെ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ജീവനക്കാരും സംഘടനകളൊക്കെ ഉണ്ടാകും. അവരെല്ലാം ഞങ്ങളുടെ ജീവനക്കാരാണെന്നാണ് ഞാൻ കരുതുന്നത്. അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണ്. ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ. എല്ലാം പരിഹരിച്ചു എന്ന് ഞാൻ പറയുകയല്ല. അത് ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. അവർ എന്ത് യൂണിയനാണെന്നല്ല എനിക്ക് പലരും അറിയാൻ തന്നെ വയ്യ. ഏത് യൂണിയനാണെന്ന് ഞാൻ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ജീവനക്കാരാണ്. അവർക്കൊരു ഗ്രീവൻസ് ഉണ്ട്, വി വിൽ റെക്ടിഫൈ ഇറ്റ്. ഇന്ന് പ്രത്യേകമായിട്ട് ബോർഡ് കൂടിയതല്ലേ, അതിനല്ലേ. ഞങ്ങളല്ലാതെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത് ഞങ്ങൾ മാറ്റുകയില്ല, കടുകിട മാറ്റുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അടിയന്തരമായിട്ട് നെക്സ്റ്റ് അറൈസിങ് ഓപ്പർച്യൂണിറ്റിയിലല്ലേ ഇന്ന് കൂടിയത്. ഇദ്ദേഹമാണെങ്കിൽ കൊട്ടിയൂർ പോകാനുള്ള യാത്ര മാറ്റി വെച്ചിട്ടാണ് നിന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതെ, അത് ആയിക്കോട്ടെ. അതിനകത്ത് ഉള്ളവരെയല്ലേ കൊട്ടയ്ക്കകത്തുള്ളതിനല്ലേ തിരിച്ചങ്ങോട്ടിട്ട് വെക്കാൻ പറ്റില്ല. കാരണം അവരാണല്ലോ എലിജിബിൾ സോണിലുള്ളവർ. അത് ഒരാളെ മാറ്റുമ്പോൾ അയാൾക്ക് പരാതി വരാനും പാടില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതൊന്നും ഓർമ്മയില്ല. അതൊക്കെ നിങ്ങളിപ്പോൾ ലിസ്റ്റ് ഇറങ്ങുമ്പോൾ അതൊക്കെ കാണാം. അതായത് ഈ വിവാദ നിയമനം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞാണ് കത്ത് നൽകിയത് പ്രസിഡന്റിന്. ഇല്ലെങ്കിൽ ഈ കൊള്ളയിൽ പ്രസിഡന്റിനും പങ്കുണ്ട് എന്ന് കരുതെങ്കിലും ഞാനതിനെപ്പറ്റിയൊന്നും പ്രതികരിക്കുന്നില്ല. നമ്മളൊരു കൊള്ളയും ചെയ്യുന്നില്ല എന്ന് മാത്രം ഞാനതിനെപ്പറ്റി പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഒന്നുമില്ലല്ലോ. വകുപ്പിൻ്റെ ജോലി ചെയ്യുന്നു, ബോർഡിൻ്റെ ജോലി ചെയ്യുന്നു. ബന്ധപ്പെടേണ്ട സമയത്തെല്ലാം ബന്ധപ്പെടുന്നു. സ്വതന്ത്ര അധികാരമുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഒരു താല്പര്യം സംരക്ഷിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ്. നമ്മൾ സ്വതന്ത്രമായിട്ടാണ് ജീവനക്കാരുടെ താല്പര്യങ്ങളൊന്നും ഹനിക്കരുതെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഇവിടെ കടക്കൂ. താങ്കൾ ഈ പദവിയിലേക്ക് എത്തുന്നത്, പുതിയ സർക്കാർ വരുന്നു, ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. ഈ പദവിയിൽ തുടരുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ടോ? ബുദ്ധിമുട്ട് തോന്നിയാൽ പോകാമല്ലോ, നമുക്ക് ഇറങ്ങാമല്ലോ. ഇപ്പോൾ തോന്നിയിട്ടൊന്നുമില്ല. ഞാനൊരു പാർട്ടിക്കാരനല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നുള്ള കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തുടരും. നിങ്ങൾക്ക് വിഷമമുള്ള, എനിക്കൊരു വിഷമം ഇതുവരെ ഇല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.